പി.വി. അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ നിലമ്പൂരിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. LDF-ന്റെയും UDF-ന്റെയും BJP-യുടെയൊക്കെ സ്ഥാനാർത്ഥികളെ പറ്റി ചില ചർച്ചകൾ സജീവമായി നടക്കുന്നതും മറുഭാഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ, നിലമ്പൂരിൻ്റെ പൂർവ്വകാല വിജയപരാജയ ചരിത്രം പരിശോധിക്കുമ്പോൾ നിലവിലത്തെ ചിത്രത്തെ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നാണ് ബോധ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നിലമ്പൂരിൻ്റെ 1965 മുതൽ 2021 ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയ ഭൂരിപക്ഷ കണക്കുകൾ പരിശോധിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കുറച്ചുകൂടി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന്. അതിനോടൊപ്പം നിലവിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. വന്യജീവി ആക്രമണം അടക്കം, കർഷക പ്രശ്നങ്ങളടക്കം മലയോര പ്രദേശമായ നിലമ്പൂരിനെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ നിലമ്പൂരിൽ പി.വി. അൻവറിനെ പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് 2016-ലും 2021-ലും നിയമസഭയിലേക്ക് വിജയിച്ചു വന്ന പി.വി. അൻവർ സഭയ്ക്കുള്ളിൽ വെച്ചും പുറത്തുമൊക്കെയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും 2026 നിലമ്പൂരിലെ ജനങ്ങൾ എടുക്കുവാൻ പോകുന്ന തീരുമാനം എന്നും അതിനോടൊപ്പം ചരിത്രവും പരിശോധിക്കാം. 1965 ആദ്യമായി കെ കുഞ്ഞാലിയാണ് അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അദ്ദേഹമാണ് അന്ന് അവിടെ വിജയിച്ചത്. 17,914 വോട്ടുകളെന്ന് അദ്ദേഹം നേടി. അന്ന് ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച മുതിർന്ന നേതാവ് അദ്ദേഹത്തിനെതിരായി മത്സരിച്ച് 10,753 വോട്ടുകൾ നേടുന്നു. ഹമീദ് അലി ചെമ്മാട് എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് അന്ന് 8,868 വോട്ടുകളാണ് നേടുന്നത്. അന്നത്തെ ഭൂരിപക്ഷം 7,161 അക്കാലയളവിൽ അവിടുത്തെ ആകെ വോട്ടർമാർ 63,362 മാത്രമായിരുന്നു. ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണമാകട്ടെ 34,188. അന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം ആയിരുന്നില്ല. മുസ്ലിം ലീഗ് വേറെയും കോൺഗ്രസ് വേറെയും മത്സരിച്ചിരുന്ന കാലത്തായിരുന്നു 10,753 വോട്ടുകൾ ആര്യാടൻ മുഹമ്മദ് നേടിയത്. 1967 പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും കെ കുഞ്ഞാലി തന്നെ വിജയിക്കുന്നു, CPM-ന്റെ സ്ഥാനാർത്ഥി. അന്ന് 25,215 വോട്ട് എന്ന രീതിയിലേക്ക് വോട്ടിന്റെ വർധനവുണ്ടാക്കുന്നു കെ കുഞ്ഞാലി. അന്ന് ആര്യാടൻ മുഹമ്മദിനാകട്ടെ 15,426 വോട്ടുകൾ. അന്നും വോട്ടിൽ വർധനമുണ്ടാകുന്നു. പക്ഷെ അന്ന് മുസ്ലിം ലീഗ് മത്സരിക്കാത്ത സാഹചര്യം. അന്നത്തെ ഭൂരിപക്ഷം 12,901. അങ്ങനെ LDF-ന്റെ കുത്തക മണ്ഡലം എന്ന രീതിയിലേക്ക് നിലമ്പൂർ മാറുന്ന സാഹചര്യത്തിൽ 1970 കെ കുഞ്ഞാലി വെടിയേറ്റു മരിച്ചതിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അന്ന് അദ്ദേഹം 26,798 വോട്ടുകളാണ് നേടുന്നത്. അന്ന് VP അബൂബക്കർ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം നേടിയത് 21,987 വോട്ടുകളായിരുന്നു. ആന്റണി വെട്ടിക്കാടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് അദ്ദേഹം നേടിയത് 1,682 വോട്ടുകളായിരുന്നു. അന്നത്തെ MP ഗംഗാധരൻ്റെ, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് നേടിയ ഭൂരിപക്ഷം 4,811. പിന്നീട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1977. 1977 നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് അങ്ങനെ ആദ്യമായി വിജയിക്കുന്നു. ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് 35,410 വോട്ടുകൾ നേടുകയാണ്. അന്ന് കെ സൈതാലിക്കുട്ടി നേടുന്നത് 27,695 വോട്ടുകളായിരുന്നു. അന്ന് ആദ്യമായി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി ശങ്കരൻകുട്ടി നായർ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അന്ന് അദ്ദേഹം നേടുന്നത് 1,095 വോട്ട്. അതായത് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശങ്കരൻകുട്ടി നായർ മത്സരിക്കുമ്പോൾ അന്ന് അദ്ദേഹം നേടുന്നത് 1,095 വോട്ടുകളാണ്. അന്ന് ആദ്യമായി ആര്യാടൻ മുഹമ്മദ് വിജയിക്കുമ്പോഴുള്ള ഭൂരിപക്ഷം 7,715. പിന്നീട് 1980 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ C ഹരിദാസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുവിൻ്റെ വിഭാഗമായി, അതായത് കോൺഗ്രസ് അന്ന് 2 തട്ടിലായി മത്സരിക്കുമ്പോൾ INC യുവിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് C ഹരിദാസ് ആണ്. 41,744 വോട്ടിൻ്റെ നേട്ടത്തോടുകൂടി അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. TK ഹംസ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. 35,321 വോട്ടുകൾ അന്ന് അദ്ദേഹം നേടുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ജനസംഘത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KM ഗോപാലകൃഷ്ണൻ മത്സരിക്കുമ്പോൾ വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് അന്ന് അദ്ദേഹം നേടുന്നത്, 492 വോട്ടുകൾ. അന്നത്തെ ഭൂരിപക്ഷമാകട്ടെ 6,423 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് C ഹരിദാസ് നേടുന്നത്. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് അവിടെ വലിയൊരു രാഷ്ട്രീയ വ്യത്യാസമുണ്ടാകുന്നു. ആര്യാടൻ മുഹമ്മദിനെ മന്ത്രിയാക്കുന്നു. അപ്രകാരം മന്ത്രിയാകുന്ന സാഹചര്യത്തിൽ C ഹരിദാസ്
MLA സ്ഥാനം രാജിവെക്കുകയും സി ഹരിദാസിനെ രാജിവെപ്പിച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പുണ്ടാവുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച് വിജയിക്കുകയും ചെയ്യുന്നു. പിന്നീട് 1982 CPM സ്വതന്ത്രനായി TK ഹംസ മത്സരിക്കുന്നു. TK ഹംസ ചേരി മാറുന്നു. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TK ഹംസ മത്സരിച്ചുകൊണ്ട് 35,535 വോട്ടുകൾ നേടുന്നു. ആര്യാടൻ മുഹമ്മദ് അന്ന് കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു. 33,973 വോട്ടുകൾ നേടുന്നു. ഗോപാലകൃഷ്ണൻ അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 1,442 വോട്ടുകൾ. ഗോപാലകൃഷ്ണൻ ഉണ്ടാകുന്ന വർധനവ് വലിയൊരു വർധനവായിരുന്നു 1982 തെരഞ്ഞെടുപ്പിൽ. അന്നത്തെ ഭൂരിപക്ഷം 1,562 ആയിരുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1987 ആ തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുന്നു. 55,154 വോട്ടുകൾ അന്ന് അദ്ദേഹം നേടി. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ദേവദാസ് പൊറ്റക്കാട് 44,851 വോട്ടുകളുമായി പിന്നിലുണ്ട്. അന്നത്തെ BJP സ്ഥാനാർത്ഥി വാസുദേവൻ മാസ്റ്ററാണ്. 3,476 വോട്ടുകളായിരുന്നു അന്ന് അദ്ദേഹം നേടിയത്. അന്നത്തെ ഭൂരിപക്ഷമാകട്ടെ 10,303. 1991 പിന്നീട് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു, വിജയിക്കുന്നു. അന്ന് 60,588 വോട്ടുകൾ അദ്ദേഹം നേടി. K അബ്ദുറഹ്മാൻ മാസ്റ്റർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 52,874 വോട്ടുകൾ അന്ന് അദ്ദേഹവും നേടുന്നു. PP അച്യുതൻ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചുകൊണ്ട് 3,876 വോട്ടുകൾ നേടി. അന്നത്തെ ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷമാകട്ടെ 7,684 വോട്ട്. പിന്നീട് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് വീണ്ടും വിജയിക്കുന്നു. 61,945 വോട്ട്. അങ്ങനെ ആര്യാടൻ മുഹമ്മദ് വോട്ട് വർധനവ് നിലമ്പൂരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മലയിൽ തോമസ് മാത്യു CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് 55,252 വോട്ടുകൾ നേടുന്നു. K സോമസുന്ദരൻ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച് 3,546 വോട്ടുകൾ നേടുന്നു. ഈ സാഹചര്യത്തിൽ അന്നത്തെ ഭൂരിപക്ഷം 6,693 ആയിരുന്നു. 2021 നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു. 76,973 വോട്ടുകൾ നേടുന്നു. അൻവർ മാസ്റ്റർ CPM സ്ഥാനാർത്ഥിയായി നിന്ന് 60,733 വോട്ടുകൾ നേടുന്നു. പ്രേംനാഥ് ആയിരുന്നു അന്നത്തെ BJP സ്ഥാനാർത്ഥി. 6,061 വോട്ട്. ഭൂരിപക്ഷം 16,240. വീണ്ടും ആര്യാടൻ മുഹമ്മദ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. 2006 നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് വീണ്ടും സ്ഥാനാർത്ഥിയായി 66,331 വോട്ടുകൾ നേടുന്നു. P ശ്രീരാമകൃഷ്ണൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച 60,733 വോട്ടുകൾ നേടുന്നു. K പ്രഭാകരൻ BJP സ്ഥാനാർത്ഥിയാകുന്നു. 3,120 വോട്ടുകൾ നേടുന്നു. അന്നത്തെ ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷമാകട്ടെ 5,598. 2011 നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച വോട്ട് വർധനവ് വീണ്ടും ഉണ്ടാകുന്നു. 87,522 വോട്ടുകൾ നേടുന്നു. M തോമസ് മാത്യു LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് 69,452 വോട്ടുകൾ നേടുന്നു. KC വേലായുധനാണ് അന്നത്തെ BJP സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം നേടുന്നത് 4,425 വോട്ടാണ്. ആകെയുള്ള ഭൂരിപക്ഷം 18,070 വോട്ട്. 2016 PV അൻവർ ആദ്യമായി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. PV അൻവർ അന്ന് നേടിയത് 77,588 വോട്ട്. അന്ന് ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുന്നു. അന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ട് 66,354. ഗിരീഷ് മേക്കാട് അന്ന് BDJ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. BJP പിന്തുണയോടുകൂടി 12,284. അന്ന് ഒരു BJP പിന്തുണയോടുകൂടി മത്സരിക്കുന്ന BDJS നേതാവ് നേടുന്ന ഏറ്റവും കൂടിയ വോട്ടായിരുന്നു 12,284. അന്നത്തെ ഭൂരിപക്ഷം 11,204. 2021 ഏറ്റവും അവസാനം നടന്ന നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് വീണ്ടും വോട്ട് വർധന ഉണ്ടാക്കുന്നു. 81,227 വോട്ട് നേടുന്നു. അന്ന് VV പ്രകാശ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് 78,521 വോട്ട്. അതായത് 2,000 ചില്ലുവാന വോട്ടിന് മാത്രം വ്യത്യാസമായിരുന്നു PV അൻവറും VV പ്രകാശും തമ്മിലുണ്ടായിരുന്നത്. K അശോക് കുമാർ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അന്ന് 8,595 വോട്ട് നേടുന്നു. BDJSനോടൊപ്പം BJP മത്സരിച്ചപ്പോൾ മാത്രമാണ് വലിയ നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം 2,700. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ UDFനായിരുന്നു വലിയ പിന്തുണയുണ്ടായിരുന്നത്. UDFനായിരുന്നു വലിയ നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചത്. അന്ന് ആ സാഹചര്യത്തിൽ പിന്നീട് PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമ്പോഴാണ് LDFന് വലിയ പിന്നീട് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. ആ മുന്നേറ്റത്തെ തകർത്ത് എറിയുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ, ന്യൂനപക്ഷ പിന്തുണ പരിശോധിക്കുമ്പോൾ, മലയോര മേഖലയിലുള്ള ക്രൈസ്തവ വോട്ടുകൾ ഇത്തരത്തിൽ നീങ്ങുമെന്ന് കൂടി പരിഗണിക്കുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാകുവാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്.